ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാനഗോപുരമേ കോടി ജന്മങ്ങളാൽ നിൻ സ്വരമണ്ഡപം തേടി വരുന്നു മീരാ നൃത്തമാടി വരുന്നു മീരാ ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാനഗോപുരമേ അഷ്ടമംഗല്യവുമായി അമൃത കലശവുമായി അഷ്ടമി രോഹിണി അണയുമ്പോൾ അഷ്ടമംഗല്യവുമായി അമൃത കലശവുമായി അഷ്ടമി രോഹിണി അണയുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ ഇന്ന് ചുണ്ടിൽ ചുംബിക്കുവാൻ വന്നു ശ്രീപദം ചുംബിക്കുവാൻ വന്നു മീരാ മീരാ നാദന്റെ ആരാധിതയാ മീരാ ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാനഗോപുരമേ അങ്കുലീലാളനത്തിൽ ആധരശ്വസനങ്ങളിൽ അങ്കുലീലാളനത്തിൽ ആധരശ്വസനങ്ങളിൽ തൻകര പൊൻകുഴൽ തുടിക്കുമ്പോൾ പാടാൻ കൊതിക്കുമ്പോൾ എന്റെ പ്രേമം രതിസുഖസാരേ പാടി പൂജിക്കുവാൻ വന്നു ശ്രീപദം പൂജിക്കുവാൻ വന്നു മീരാ മീരാ നാദന്റെ ആരാധിതയാ മീരാ ദ്വാരകേ ദ്വാരകേ ദ്വാപരയുഗത്തിലെ പ്രേമസ്വരൂപന്റെ സോപാനഗോപുരമേ കോടി ജന്മങ്ങളാൽ നിൻ സ്വരമണ്ഡപം തേടി വരുന്നു മീരാ നൃത്തമാടി വരുന്നു മീരാ ദ്വാരകേ ദ്വാരകേ ദ്വാരകേ
എങ്ങനെയുണ്ട് പാർവതി? ഓക്കെ പാർവതിനൊക്കെ ഇത്ര ഇമോഷണൽ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല അല്ലേ? അതെ. തങ്കച്ചി ரொம்ப സോഫ്റ്റ്. അല്ല, എനിക്ക് പാട്ടിനെ കുറിച്ച് അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല, പക്ഷെ അവള് പാടുമ്പോ ഭയങ്കരമായിട്ട്. ഇതാണ് ഈ മ്യൂസിക്കിന്റെ മാജിക് എന്ന് പറയുന്നത്. ഞാൻ അവിടെ നിന്നപ്പോ അത് ശരിക്കും മനസ്സിലായി. ഈ പാട്ടിൽ നമുക്ക് പിച്ച് ഔട്ടോ കാര്യങ്ങളോ ഇതൊന്നുമല്ല. ഇത് അവള് പാടിയത് നേരെ ഇതിനകത്തോട്ടാണ് പോയത്. നമ്മളെല്ലാവരുടെയും സ്ട്രെയിറ്റ് ടു ദ ഹാർട്ട് എന്നൊക്കെ പറയുന്ന പോലെ നേരെ അകത്തോട്ടാണ് കേട്ടത്. മോളെ, യു ആർ വെരി ബ്ലെസ്ഡ്. ഇങ്ങനെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക. ഇനിയും ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടുക. ഇനിയും മൈക്ക് കരസ്ഥമാക്കുക കേട്ടോ. ഗോൾഡൻ മൈക്ക്. പല പെർഫോമൻസസും നമ്മൾ കണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ദ ഇൻവോൾവ്മെന്റ് ഇപ്പം കരയിച്ചില്ലേ, അതുപോലെ ഞങ്ങളും ഈ പറഞ്ഞ പോലെ ഞങ്ങളും അതുപോലെ ഇൻവോൾവ് ആയി മോളുടെ പാട്ടിൽ ഇങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു ത്രൂ ഔട്ട്. അടിച്ചു പൊളിച്ചു. എനിവേ, തുടക്കം ഗംഭീരമായി. ഫാൻ മൊമെന്റ് ഉണ്ടായ ദിവസം, ഫാൻ മൊമെന്റ് ഒക്കെ ഉണ്ടായ ഇതുപോലെ ഇരിക്കും. അവരുടെ കൂടെ അഹങ്കാരം. Devika, hats off to you. Thank you, sir. I think ചെറിയ വയസ്സ്, പക്ഷേ you are a very old soul, very 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 sensitive, very very ഭക്തിയുള്ള ഒരു സോളാണ്. Your voice and your soul inside. Thank you so much. Beautiful ആയിട്ട് പാടി. Thank you, sir. ഷാനിക്ക, ഞാൻ അവിടെ നിന്ന് എനിക്കിങ്ങനെ ഇതായപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യണം? അയ്യോ, എനിക്ക് കൺട്രോൾ ചെയ്യാനും പറ്റണില്ല. അപ്പൊ ഞാൻ ആ സമയം ദേവിന്റെ അമ്മയെ നോക്കായിരുന്നു. ചേച്ചി അവിടെ നിന്ന് ഭയങ്കര ഇമോഷൻ. ഒന്ന് സ്റ്റേജിലേക്ക് വരുമോ? ഞാൻ അവിടെ നിന്ന് കാണായിരുന്നു. അവള് പാടുമ്പോ ഒക്കെ ഫുള്ള് ചേച്ചി അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ. എല്ലാ അമ്മമാരും ചെയ്യുന്ന ഒരു കാര്യമാണത്. പക്ഷെ സ്റ്റിൽ ഇപ്പൊ എന്നെ അത്രയും എഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു അമ്മേനെ ആ പാട്ട് എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കുറെ എഫേർട്ട് ഇട്ടു അവൾ ഈ പാട്ട് പഠിക്കാനായിട്ട്. ഒത്തിരി കഷ്ടപ്പെട്ടു മോള് പഠിക്കാൻ. അപ്പൊ എന്തായാലും നമ്മളെല്ലാരും തുടങ്ങിയപ്പോ തൊട്ട് കാത്തിരുന്നൊരു മൊമെന്റ് ആയിരുന്നു. നമുക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പാടാൻ നേരത്താൽ ഞാനിത് കൈവച്ചോണ്ടിരിക്കുവായിരുന്നു. കയറാൻ നേരത്തിനോട് പറഞ്ഞു, അമ്മ ഇത് കൈവച്ചോണോ എന്നും പറഞ്ഞു. അയ്യോ, കൃഷ്ണന്റെ ഫോട്ടോ. അപ്പം അതിനോട് പറഞ്ഞു, അമ്മ കയറാൻ നേരത്ത് ഇത് അമ്മ കൈ വെച്ച് പ്രാർത്ഥിച്ചോണം എന്നും പറഞ്ഞാണ് മോള് പാടാൻ കയറിയത്. അച്ചടാ, അമ്മയുടെ ബ്ലെസ്സിങ്ങോ കൃഷ്ണന്റെ ബ്ലെസ്സിങ് എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാവരും ഫ്ലോറിൽ എല്ലാവർക്കും ഉണ്ടായ ഒരു ഗൂസ് ബംസ് ആയിരുന്നു. ആ മൊമെന്റിൽ ഞങ്ങൾ 3 പേരും ഒറ്റ കാര്യം വിചാരിച്ചുള്ളൂ, ഇത് കൊടുക്കുക, ഇനിയെങ്കിലും ഇത് കൊടുക്കുക. വന്നപ്പോ തൊട്ട് ഇത് എപ്പ അടിക്കും നമ്മളെ കാത്തിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ അവിടുന്ന് എനിക്കിങ്ങനെ ഡൗട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. ഇത് ഇവള് മിക്കവാറും ഗോൾഡൻ കൊണ്ടുപോവോ. സൈഡിൽ നിന്ന് ഞാൻ നോക്കുമ്പോണ്ട് ഹരി ഇങ്ങനെ ചെരിയുന്നു എൻ്റെ അടുത്തേക്ക്. ഞാനിങ്ങനെ നോക്കിപ്പോ ഗോൾഡ്. അപ്പൊ ഞാനും എന്നിട്ട് ഇങ്ങോട്ട് ചെരി. ഞാൻ ഹരിയോട് ഗോൾഡ് ഭയങ്കര ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയർ അവളോട് ഉണ്ടാക്കിയെന്നുള്ളതാണ്. ഇവിടുത്തെ എല്ലാവരുടെയും ഇമോഷൻ മാറ്റി. അവളുടെ വോയിസിലും ഒക്കെ ഭയങ്കര ഇതായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ കാത്തിരുന്ന ആ ഒരു മുഹൂർത്തം എന്തായാലും ആദ്യത്തേത് നമ്മളുടെ ദേവൂട്ടി കൊണ്ടുപോയി. അപ്പൊ അതില് കൺഗ്രാറ്റ്സ് കുട്ടാ. അപ്പൊ നമുക്ക് ആ ഒരു മൊമെന്റ് ഒന്ന് ചെയ്യാം അല്ലെ? നമുക്ക് ആ ഒരു ഗോൾഡൻ മൈക്ക് ഒന്ന് കൊടുത്താലോ ദേവുന്? സാറിന് മുമ്പ് പാടണം എന്നുള്ള എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അവൾക്ക് ഗോൾഡൻ മൈക്ക് ഒന്നും അല്ല, സാറിനെ കണ്ടോ, കൺകുളിരെ കണ്ടോളൂ. അയ്യോ, ഇത്രയും വലിയ ഫാൻ ഉള്ള കാര്യം ഞാൻ ഇത്രയും കാലം അറിഞ്ഞില്ലല്ലോ. ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു ഫാൻ തന്നെ. അയ്യോ, കരയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് കാണുന്നവരെല്ലാവരും അത്രയും ഹാപ്പി ആയിട്ടിരുന്നാണ് മോളുടെ പാട്ട് കേട്ടത്. ഇത്രയും ആനന്ദിച്ചുള്ള കണ്ണീരാണ് കേട്ടോ. സൂപ്പർ പെർഫോമൻസ്. ആൻഡ് ഇത് സൂപ്പർ സ്റ്റാറിന്റെ ഒരു ബിഗ് ഡേ ആണ്. യെസ്, ഒരു
ഗോൾഡൻ ഡേ ആണ്.